ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സ്റ്റാർ ഗ്രാസ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അതോടൊപ്പം ഇത് ഞാൻ സിറ്റ് ഔട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തത്. ഇതിങ്ങനെ ഈ രീതിയിൽ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ ഫുൾ കെയറിങ് ഞാനിതിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ട്, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ എന്നൊരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും യൂസ്ഫുള്ളായി എന്നുണ്ടെങ്കിൽ മറക്കാതെ ഒരു ലൈക്ക് കൂടി തരണേ. ഇതിപ്പോൾ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഫ്ലവർ വേസിനുള്ളിലാണ്. അതിന് മുൻപായിട്ട് ഞാൻ ഈ ഒരു പ്ലാന്റ് നല്ല തിക്കായിട്ട് വളർത്തിയെടുത്തിട്ടുണ്ട്. വെറുതെ ഇങ്ങനെ ഫ്ലവർ വേസിലേക്ക് വെച്ച് കൊടുത്തിരിക്കുകയല്ല. ഇതിനെ വളർത്തിയെടുക്കുന്ന കുറേ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ഇതിനെ ഈ രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അതെങ്ങനെയാണെന്ന് നമുക്ക് വഴിയെ തന്നെ മനസ്സിലാക്കാം. പുല്ലുവർഗ്ഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. അലങ്കാരത്തിന് പറ്റിയ ഒരു അലങ്കാര ചെടിയും കൂടിയാണിത്. കാണുമ്പോൾ തന്നെ കണ്ണിന് നല്ല കുളിര് തോന്നും. അത്രയ്ക്ക് പച്ച നിറമാണിതിന്. ബോർഡർ ഗ്രാസ് എന്നും ഇതിനെ പറയാറുണ്ട്. എല്ലാവർക്കും അറിയാം, എല്ലാവരുടെയും വീട്ടിൽ കാണും. എന്നാലും നല്ല രീതിയിൽ എങ്ങനെയാണ് നട്ടു വളർത്തുന്നതെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട അത്യാവശ്യം. അതിനായിട്ട് ഞാൻ നെറ്റും മണ്ണും എടുത്തിട്ടുണ്ട്. മണ്ണ് നന്നായി ഇടഞ്ഞെടുത്തിട്ടുണ്ട്. അത് നെറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ വളമായിട്ട് ചാണകപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ നന്നായി മിക്സ് ചെയ്തു. ഇപ്പം ഞാൻ ആ നെറ്റ് തന്നെ ചെറുതായിട്ട് നീളത്തിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഈ മണ്ണും ചാണകപ്പൊടിയും നിറച്ചിട്ട് ആ നെറ്റ് ഇതേപോലെ ഒന്ന് പിടിക്കണം. അതൊരു കിഴിയുടെ രൂപത്തിൽ നമ്മളൊന്ന് കെട്ടിയെടുക്കണം ആ വള്ളി കൊണ്ട്. ഇപ്പോൾ ദാ ഞാൻ ആ ഒരു ചെറിയ വള്ളി കൊണ്ട് ഇതൊന്ന് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗം ഞാനിപ്പോൾ കൈ തൊട്ടിരിക്കുന്ന ആ ഭാഗം ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കളയണം, എന്നാലേ ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ദാ നമ്മുടെ കിഴി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി പ്ലാന്റ് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഗ്രാസ്. ഇനി ഇതിലേക്ക് ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നട്ടു കൊടുക്കാം. നടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ട് തന്നെ നട്ടു കൊടുക്കുക. ഫുള്ള് ഫില്ല് ചെയ്ത് നടണം. ഈ ഒരു ഗ്രാസ് വെയിൽ ഒരുപാടില്ലാത്തൊരു സ്ഥലത്ത് വേണം സെറ്റ് ചെയ്യാൻ. തണലത്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. പച്ചപ്പ് കുറച്ച് കൂടുതലായിരിക്കും. 2 നേരം രാവിലെയും വൈകിട്ടും ഒക്കെ അല്പം മാത്രം വെള്ളം ഞങ്ങൾ ഇതിന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അതുകൂടാതെ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ 1 നേരം മാത്രം ചാണകവെള്ളം സ്പ്രേ ചെയ്തും കൊടുക്കാറുണ്ട്. മണ്ണിന് എപ്പോഴും ഒരു നനവ് വേണം. മണ്ണ് ഡ്രൈ ആയി പോകാൻ പാടില്ല. ഇപ്പം ഞാൻ നട്ടു കൊടുത്തിട്ടുണ്ട്. ഇപ്പം 5 ദിവസം ആയപ്പോഴുള്ള വളർച്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ ഇതാ 10 ദിവസമായപ്പോഴുള്ളൊരു വളർച്ചയാണ് ഇത്. ഇനി നമുക്കിത് ഒരു ഫ്ലവർ വേസിനുള്ളിലേക്ക് വെക്കാം. നല്ലൊരു വൈറ്റ് ഫ്ലവർ വേസ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 125 രൂപയാണ് ഇതിൻ്റെ വില. ഇത് അത്യാവശ്യം കുഴിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇത് സിറ്റൗട്ടിൽ വെക്കാനാണ്. അതിലേക്കൊരു കുടം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ നട്ടു വളർത്തിയ ആ ഒരു ഗ്രാസ് വെച്ച് കൊടുത്തു. ഇനി നമുക്കിതെടുത്ത് സിറ്റൗട്ടിൽ വെക്കാം. നമ്മുടെ സിറ്റൗട്ടിന് നല്ലൊരു എടുപ്പായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കിട്ടുന്ന റിസൾട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം.